പ്രശസ്ത ഗായിക മലയാളിയുടെ പ്രിയപ്പെട്ട വാനമ്പാടി KS ചിത്ര ഷോമോളിൽ നിസിയോടൊപ്പം ചേരുകയാണ്. ചിത്രയുടെ വിശേഷങ്ങളിലേക്ക്. ഓളങ്ങളെ ഓടങ്ങളെ വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ തീരത്തു പൂവരശു പൂവിട്ടിതാ നീരാഴിയും. അപൂർവമായി വീണു കിട്ടിയ ഒരു സുന്ദര നിമിഷം. മലയാളത്തിൻ്റെ വാനമ്പാടി KS ചിത്രയോടൊപ്പം, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയോടൊപ്പം ആണ് കുറച്ചു നേരം ചിലവഴിക്കാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ചേച്ചിയോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ അത് ചോദിക്കുന്നതിനേക്കാൾ ചേച്ചി പാടി കേൾക്കണമെന്നാണ് എനിക്കും കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്നത്. അത് പിന്നെ പാട്ടിൽ തന്നെ തുടങ്ങാം. ഓക്കെ. തുമ്പോളിക്കടപ്പുറത്തിലത്തെ പാട്ട് കുറേ നാളായി അത് പാടിയിട്ട് ജസ്റ്റ് ഒരു എനിക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ. ഓളങ്ങളെ ഓടങ്ങളെ വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ തീരത്തു പൂവരശു പൂവിട്ടിതാ നീരാഴിയും പാലാഴിയായി ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കളായി ഓളങ്ങൾ മുറിയേ ഓടങ്ങൾ വാ തുള്ളുമോളങ്ങളിൽ കന്നിയോടങ്ങൾ വാ. ഇത് സൽ ചൗധരി സാറിന് വേണ്ടിയിട്ട് പാടിയ പാട്ടാണ്. ചേച്ചി, നമുക്കറിയാം ചേച്ചി സ്ഥിരമായി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചേച്ചി ഇങ്ങനെ മീഡിയയ്ക്ക് മുന്നിലൊന്നും കുറച്ച് നാളായി കാണുന്നില്ല. മനഃപൂർവ്വമായിട്ടൊരു മാറി നിൽക്കലാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മനഃപൂർവ്വമായിട്ട് മാറി നിന്നല്ല. ഇൻ്റർവ്യൂസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചിപ്പം യാത്രയൊക്കെ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. പിന്നെ വേണ്ട, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതല്ല. ഇപ്പോൾ ഒരുപാട് ഹിറ്റായ പാട്ടുകളുണ്ട്. സൈറ ബാനു, പുലിമുരുകനിലെ പാട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അവാർഡ് കിട്ടി കാമ്പോജി എന്നുള്ള. ഏതൊക്കെയാണ് ഈ പാട്ടുകൾ? ഏതൊക്കെ എങ്ങനെയാണ്? പുലിമുരുകനിലെ പാട്ട് പിന്നെ ഞാൻ ഗോപി സുന്ദറിന് ആദ്യമായിട്ട് പാടിയ മലയാളം പാട്ടിന് മുമ്പ് ആദ്യം ഞാൻ പാടിയ തെലുഗുമായിരുന്നു. അതും ഒരു കുറേ നാളുകൾക്ക് ശേഷം ദാസേട്ടനോടൊപ്പം പാടിയൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ സന്തോഷമുണ്ട്. കാമ്പോജിയിലത്തെ പാട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല പാട്ടുകളാണ്. ONV സാറിൻ്റെ ലാസ്റ്റ് എഴുതിയ ഹോസ്പിറ്റലിൽ കിടന്ന് എഴുതിയ പാട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. M ജയചന്ദ്രൻ്റെ നല്ല ഒരു പാട്ടാണ്. പിന്നെ അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് ശ്രീവത്സൻ മേനോൻ്റെ കൂടെ ഒരു ഇതുപോലെ മോഹിനിയാട്ടവും കഥകളിയാന്ന് തോന്നും. അപ്പോൾ ആ 2 വ്യത്യസ്തമായ ശൈലികളിൽ ചേർന്ന് വരുന്ന ഒരു പാട്ട്. അവാർഡ് കിട്ടിയത് ഏതിനാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നടവാതിൽ തുറന്നില്ല എന്നുള്ള ആ പാട്ടിനാണെന്ന് തോന്നുന്നു. മറ്റു ഭാഷകളിലും സ്ഥിരമായി പാടുന്നുണ്ട് ചേച്ചി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1-2 പാട്ടുകൾ അതിൽ ശ്രദ്ധേയമാവുന്നുള്ളൂ. അതുപോലെ ഒരുപാട് ഗായികമാരും വരുന്നുണ്ട്. പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടോ മലയാളത്തിലിപ്പോൾ? ഞാനിപ്പോഴും TV-യിൽ കാണുന്ന ആളായതുകൊണ്ട് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മെലഡി ആയിട്ടുള്ള പാട്ടുകൾ കൂടുതൽ TV-യിൽ കാണിക്കുന്നില്ല. കൂടുതൽ ഈ അടിപൊളി പാട്ടുകളാണ് കൂടുതൽ TV-യിൽ കാണിക്കുന്നത്. അത് മേ ബി എൻ്റെ കൊറിയോഗ്രാഫി അതെല്ലാം കൊണ്ടായിരിക്കാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നല്ല പാട്ടുകൾ വരുന്നുണ്ടില്ല എന്നല്ല, സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടുകൾ വരുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾക്ക് നമുക്ക് അത്രമാത്രം പണ്ടത്തെ പാട്ടുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേ പാട്ടുകളുണ്ടായിരുന്നു. അത്രയൊരു ശ്രദ്ധ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് കിട്ടുന്നുണ്ടോ? അതിന് പല റീസൺസ് വേണമെങ്കിൽ പറയാം. ഈ പണ്ടൊക്കെ നമ്മൾ കൂടുതൽ റേഡിയോ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത്. TV ഇല്ല, വിഷ്വൽ മീഡിയ ഇല്ല അന്ന്. അപ്പോൾ അടുക്കള പണി ചെയ്യുമ്പോഴും കാറിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ റേഡിയോ മാത്രമായിരുന്നു നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള ഏക മാർഗം. അപ്പോൾ അന്നത്തെ പാട്ടുകളുടെ ലിറിക്കൽ വാല്യൂ ആണെങ്കിലും ഒക്കെ കൂടെ എല്ലാം സംഗീതം കൊണ്ടും എന്തുകൊണ്ടും പാട്ടുകൾ വേഗം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന പാട്ടിലായിരുന്നു. ഇന്നത്തെ നമ്മുടെ ലൈഫ് തന്നെ വളരെ ഫാസ്റ്റായിട്ട് പോയില്ലേ, അതുപോലെ തന്നെ പാട്ടുകളും അങ്ങനെ ആയി. ആ ഒരു നമ്മൾ അതിനകത്ത് ആരെയും എന്താ പറയണ്ട, കുറ്റമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പുതിയ കാലഘട്ടത്തിൽ കുറേ പാട്ടുകാർ, ഗായകർ, ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കും ന്യൂ ജനറേഷൻ പറഞ്ഞ ഒരു വലിയ കടന്നുവരവ് ഉണ്ടാകുന്നത്. അവരിൽ നിന്ന് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? എങ്ങനെയാണ് അവർ കാണുന്നത്? ഒരു കൂടുതലിപ്പം നമ്മളിപ്പം വെസ്റ്റേൺ കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ആൽബം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ളൊക്കെ ഒരു പാട്ടുകളായിട്ട് അങ്ങനെ അതിപ്പം നമ്മുടെ ഇതിൽ വന്നു തുടങ്ങി. ഒറ്റ പാട്ടായിട്ട് ആൽബമായിട്ട് ഇറക്കുന്നുണ്ട്. ഈ പഴയ കാലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സംഗതികളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഇപ്പോൾ കുറവാണ്. കുറച്ച് സിംപ്ലിഫൈഡ് വെസ്റ്റേൺ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും സിംഗിങ്ങിൻ്റെ സ്റ്റൈല് തന്നെ കുറേ മാറിയിട്ടുണ്ട്.
എനിക്ക് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചിട്ടുള്ളൊരു കാര്യം വെസ്റ്റേൺ പാട്ടുകൾ നമ്മുടെ സിംഗേഴ്സിനെ പാടാൻ ഇപ്പം എൻ്റെയൊക്കെ ജനറേഷന് നമുക്കതിന് ട്രെയിനിങ് എടുത്തിട്ടില്ല, ഞാൻ അതുകൊണ്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അത് വളരെ ഈസി ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യുന്നു, ആ സ്റ്റൈൽ. ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടി കണ്ടിട്ടുള്ള കാര്യമാണ്. സാങ്കേതിക വിദ്യയുടെ സഹായം കുറച്ചുണ്ടെന്ന് പറയാൻ പറ്റില്ല അതിൽ? തീർച്ചയായിട്ടും ടെക്നോളജി ഒരുപാട് അതിനകത്ത് ഇന്നത്തെ കാലത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ റൺ ത്രൂ പാടിക്കൊണ്ടിരുന്ന 2-3 ഓർക്കസ്ട്രയുടെ കൂടെ നമ്മൾ ലൈവായിട്ട് പാടിക്കൊണ്ടിരുന്ന പ്രാക്ടീസ് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാവരും ഒരു പല്ലവി തന്നെ നമ്മൾ മുഴുവൻ പാടാമെന്ന് പറഞ്ഞാൽ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, വേണ്ട ചേച്ചി ലൈൻ ബൈ ലൈൻ പോകാമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാം കാലം പോകുന്ന പോക്കിൽ പോവുക എന്നുള്ളതല്ലാതെ എനിക്ക് പക്ഷേ ഒരു പല്ലവിയൊക്കെ ശ്വാസം കിട്ടാത്ത പാട്ടാണെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പാട്ടാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ പഞ്ച് ആവശ്യപ്പെടാം, ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷേ അല്ലാതെ നോർമലായിട്ടുള്ളൊരു പാട്ടാണെങ്കിൽ ഒരു പല്ലവി മുഴുവൻ പാടുന്നതാണ് നമുക്ക് കറക്റ്റായ ശ്രുതിയിൽ നിൽക്കാനും. ലൈവ് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 9 to 1 ഒരു സോങ് എന്ന് പറഞ്ഞാൽ 9 മണി മുതൽ നമ്മൾ അതേ ശ്രുതി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ, വേറെ ഒന്നും കേൾക്കുന്നില്ല. അപ്പം നാച്ചുറലി ആ ശ്രുതി തന്നെ നിന്ന് പാടാനുള്ളൊരു അങ്ങനെ ആവും നമ്മൾ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരിടം കഴിഞ്ഞ് ഒരു മണിക്കൂറിൽ അടുത്ത പാട്ട് ഫിനിഷ് ചെയ്ത് പോവുകയല്ലേ. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു പല്ലവിയെങ്കിലും മുഴുവൻ പാടിയാലേ ആ ശ്രുതിയിൽ നിൽക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജാനകിയമ്മ റിട്ടയർ ചെയ്യാണ് എന്ന് പറഞ്ഞ്, ഗാനരംഗത്ത് നിന്ന് റിട്ടയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ജാനകിയമ്മയ്ക്ക് വേണമായിരുന്നു. ഇനി ഒരുപാട് പാട്ടുകൾ നമുക്ക് ജാനകിയമ്മയുടെ വേണ്ടേ? ജാനകിയമ്മ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ ജാനകിയമ്മ എടുത്തത് ഞാനിത് റിക്വസ്റ്റായിട്ട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, അമ്മ അത് ചെയ്യരുത്, അമ്മ കുറച്ചും കൂടെ പാടിയിട്ട് അപ്പം അമ്മയ്ക്കും ഈ പറഞ്ഞ മാതിരി ചില സമയത്ത് പാടാൻ ചിലപ്പോൾ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന ദിവസങ്ങൾ കാണുമല്ലോ, ചില ദിവസം നമ്മുടെ ത്രോട്ട് ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്തില്ല എന്ന് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള കൊച്ചു സിറ്റുവേഷൻസ് അമ്മയ്ക്കൊരു വിഷമമായി. അപ്പം അങ്ങനെയാണ് അമ്മ പിന്നെ പറഞ്ഞ് പോതും ഞാൻ നല്ല പാട്ടെല്ലാം പാടിയച്ച്, ഇതുവരെയ്ക്കും ഒരുപാട് നല്ല പാട്ടുള്ള അമ്മ പാടിയില്ലേ, അപ്പം അത് മതിയെന്ന് അമ്മ തന്നെയാണ് ഡിസൈഡ് ചെയ്തത്. വേറെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് ലാസ്റ്റ് എന്ന് പറയരുതേ ഇനി അമ്മ അറ്റ്ലീസ്റ്റ് പ്രോഗ്രാമിന് പാടിയില്ലെങ്കിലും ഗസ്റ്റായിട്ടെങ്കിലും വരണേ എന്നൊക്കെ കുറേയൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ അമ്മ ഒരു വലിയ സങ്കടം പറഞ്ഞതും കൂടെ പറയണമല്ലോ. അവസാനത്തെ പാട്ടെന്ന് പറഞ്ഞൊരു മലയാളം ഫിലിമിന് അമ്മ പാടി അതാണ് അമ്മയുടെ ലാസ്റ്റ് പാട്ടെന്ന് അനൗൺസ് ചെയ്ത് പാടിയത്. ആ പാട്ട് പടത്തിൽ അവർ യൂസ് ചെയ്തില്ല എന്നുള്ള അത് അമ്മ വലിയ സങ്കടമായിട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എന്ത് ലാസ്റ്റ് പാട്ട്, പിന്നെ എന്തിനാ ആ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചു? ഒരു ദിസ് ഇസ് മൈ ലാസ്റ്റ് സോങ് എന്ന് അനൗൺസ് ചെയ്ത് പാടുമ്പോൾ ഫിലിമിൽ വരുന്ന ഒരു ഹൈപ്പ് കിട്ടത്തൊരു പാട്ട് അങ്ങനെ വേണ്ടി അത് ചെയ്യേണ്ടിയിരുന്നത്. അത് അമ്മയ്ക്ക് മനസ്സിന് വലിയ സങ്കടമായിപ്പോയി. അങ്ങനെ ഒരു സത്യസന്ധത ഇല്ലായ്മ മലയാള സിനിമയിൽ വരുന്നുണ്ടോ? മലയാള സിനിമയിൽ നിന്നല്ല, മൊത്തം ലോകത്ത് തന്നെ അങ്ങനെയല്ലേ, ലോകം മൊത്തം അങ്ങനെയല്ലേ, നമ്മൾ സിനിമയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ ചിത്ര ചേച്ചി ശ്രേയ ഘോഷാലിൻ്റെ പാട്ടുകൾ മലയാളത്തിലേക്ക് വരുന്നതുകൊണ്ട് മലയാളത്തിലെ ഗായികമാർക്ക് പാട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു വിവാദമുണ്ടായിരുന്നു. അത് സത്യത്തിൽ ചിത്ര ചേച്ചി അങ്ങനെ പറഞ്ഞതാണോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു, അന്യഭാഷാ ഗായകർ നമ്മുടെ മലയാളത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ ഉള്ള അഭിപ്രായം എന്താ? അപ്പോൾ ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങൾ ശ്രേയയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നാന്തരം സിംഗറാണ് ശ്രേയ ഘോഷാൽ, ആ കുട്ടിക്ക് അവസരം കൊടുക്കുന്നതിന് ഒന്നും പറയാൻ പറ്റില്ല. അത് നമുക്കൊരു ഇതായിട്ട് പറയാം, നമ്മളെല്ലാം അടക്കം എല്ലാവരും അത് ആസ്വദിക്കുന്നതാണ്. അത് വേറെ അന്യഭാഷാക്കാരിയായിട്ട് പോലും ഡിക്ഷന് പോലും നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല, അത്ര നല്ല ഡിക്ഷനും ഒക്കെ ആയിട്ട് പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കുറ്റവും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ നമ്മുടെ ഗായകർ പാടണ്ടേ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അവസരം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അത് തിരിച്ച് ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഉച്ച സമയത്ത് TV ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന ശ്രേയ ഘോഷാലിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗായികയ്ക്ക് ഞാൻ എൻ്റെ 2 കണ്ണും തള്ളിപ്പോയി. ഞാൻ എന്താണ് വിമർശിച്ചത്? ഇത് വിമർശനമാണോ? ഇതിനകത്ത് എന്തെങ്കിലും വിമർശനത്തിൻ്റെ ഒരു വരിയുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞ ഡയലോഗ് കേൾപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ മുകളിൽ കൂടെ അവരുടെ വോയിസ് ഓവറാണ് വന്നത്. അപ്പോൾ എനിക്ക് അത് വീണ്ടും ഒന്ന് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഇല്ലല്ലോ. ഞാനതൊന്നും ഷൂട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് വലിയ എനിക്ക് അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. ദൈവമേ, ഞാൻ പറയണതിനെ ഏത് സെൻസിലാക്കി എഴുതും, അതിൻ്റെ ടോൺ മാറ്റിയാൽ മതിയല്ലോ മാറാൻ. സത്യം പറഞ്ഞാൽ അതിനുശേഷം എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ റോയൽറ്റി ഒരു വലിയ വിഷയമായി വരുന്നതാണ്. രാജസാറിൻ്റെ പാട്ടുകൾ ചിത്രേച്ചി പാടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ സാനോസെ പ്രോഗ്രാമിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെയൊരു നോട്ടീസ്. അത് എനിക്ക് പേഴ്സണലി നോട്ടീസ് വന്നിട്ടില്ല.
പിന്നെ SPB സാറിൻ്റെ മകനാണ് ആ ഷോ ഓർഗനൈസ് ചെയ്തത്, അദ്ദേഹത്തിനാണ് വന്നത്. അത് റോയൽറ്റി കൊടുക്കാനല്ല രാജാ സാറ് പറഞ്ഞിരുന്നത്, പെർമിഷൻ എടുത്തില്ല എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അത് സത്യം പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഇഷ്യൂ എന്നുള്ളത് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അത് രാജാ സാറും ബാലു സാറും തമ്മിൽ സംസാരിച്ച് തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു വലിയൊരു ഇഷ്യൂ ആവാനുള്ള സാധ്യതയില്ല എന്ന് വിചാരിക്കുന്നു. ചേച്ചി ഇപ്പോഴും പാടുന്നുണ്ട് രാജു സാറിൻ്റെ പാട്ടുകൾ? അതിലൊന്നും കുഴപ്പം, ഒരു തടസ്സവും ആരും പറഞ്ഞിട്ടില്ല? ഇല്ല, പാടരുതെന്ന് പറഞ്ഞില്ല, എന്നോട് പേഴ്സണലി ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ പാടും. ചേച്ചി എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട്, പുതിയതായാലും ഏതെങ്കിലും ഒരു പാട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടിൻ്റെ 4 വരി. നടവാതിൽ തുറന്നില്ല, പടിവാതിൽ കടന്നൊരാളണഞ്ഞില്ല, നറുനിലാവൊതിച്ചിട്ടും പടിവാതിൽ കടന്നൊരാളണഞ്ഞില്ല, വരുമെന്നോ വരില്ലെന്നോ വരുവാൻ വൈകിടുമെന്നോ പറയാതെ പോയതാം പ്രണയമാണേറെയെന്നോ പാരിൽ മാനസതാരിൽ. ഇതാണ് ആ പാട്ട്. ONV സാറിൻ്റെ അവസാനം എഴുതിയ വരികളാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓളങ്ങളെ ഓടങ്ങളെ വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ, തീരത്തു പൂവരശു പൂവിട്ടിതാ നീരാഴിയും